വിദേശ ഡെബിറ്റ് കാർഡുകൾ ഇന്ത്യയിൽ എത്തിച്ച് നടത്തിയ 100 കോടിയോളം രൂപയുടെ ഹവാല ഇടപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. ബാങ്കിംഗ് ചട്ടങ്ങളും അതോടൊപ്പം തന്നെ നിർബന്ധിത അനുമതി സംവിധാനങ്ങളും മറികടന്ന് ഇന്ത്യയിലേക്ക് വലിയ രീതിയിലുള്ള വിദേശ ഫണ്ടുകൾ എത്തിക്കാൻ ഉപയോഗിച്ചത് അത്യാധുനിക അതിർത്തി കടന്നുള്ള ശൃംഖലയായിട്ടാണ് ED ഇപ്പോൾ കണക്കാക്കുന്നത്. അതായത് ഈ മാവോയിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഛത്തീസ്ഗഡ് മേഖലയിലാണ് ഈ അനധികൃതമായി ഡെബിറ്റ് കാർഡുകൾ വ്യാപകമായി തന്നെ 24ഉം 25ഉം ഡെബിറ്റ് കാർഡുകൾ ബൾക്കായി എത്തിക്കൊണ്ട് അവിടെ ഒരു പണമിടപാട് നടന്നത് എന്നാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്ത്യൻ KYC മറികടന്നുള്ള ഇടപാടുകൾ തീവ്രവാദത്തിനും മതപരിവർത്തനത്തിനും ആണ് ഒരു സംശയമാണ് ED ഇപ്പോൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് വിദേശ ഡെബിറ്റ് കാർഡുകളുടെ ഒരു വലിയ ശൃംഖലയുടെ വിദേശ ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് മാറ്റുന്നതിനും ഉപയോഗിക്കുന്നതിനുമായി ഇന്ത്യയിലെ ഏജന്റുമാരും അതോടൊപ്പം തന്നെ വിദേശ തലവന്മാരും ചേർന്ന് ഗൂഢാലോചന നടത്തിയതായാണ് ആരോപണം. കൂടാതെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായ US പൗരനായ ക്രിസ്ത്യൻ മിഷണറിക്കെതിരെ കർണാടക പോലീസ് UAPA പ്രകാരം അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഒരു കേസെടുത്തിട്ടുണ്ട്. വിദേശ ഡെബിറ്റ് കാർഡുകൾ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെട്ടതെന്നും നക്സൽ കേന്ദ്രങ്ങളിലെ ATMകളിൽ നിന്ന് ആവർത്തിച്ച് പണം പിൻവലിക്കപ്പെട്ടത് എങ്ങനെയാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് കൂടുതലായി ആശ്ചര്യം സൃഷ്ടിക്കുന്നത്. ഛത്തീസ്ഗഡിൽ സജീവമായി പ്രവർത്തിക്കുന്ന നിരോധിത മാവോയിസ്റ്റ് സംഘടനകൾക്ക് ധനസഹായം നൽകുന്ന ഒരു വലിയ അതിർത്തി കടന്നുള്ള ശൃംഖല ഏപ്രിലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. ഇന്ത്യയിലെ ഒരു ആഗോള ക്രിസ്ത്യൻ മിഷനറിയായ ദി തിമോത്തി ഇനിഷ്യേറ്റീവ് ഒരു വിദേശ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വിദേശ ഡെബിറ്റ് അത് ദുരുപയോഗം ചെയ്തതായാണ് EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തുടർന്ന് ഛത്തീസ്ഗഡിൽ നക്സൽ ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ സംശയാസ്പദമായ പണമിടപാടുകൾ അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നു. ഇന്ത്യയിലെ തിമോത്തി ഇനിഷ്യേറ്റീവ് വിദേശ സംഭാവന നിയന്ത്രണം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ശ്രദ്ധേയമാകുന്നത്. അതായത് FCRA നിയമപ്രകാരം ഒന്നും തന്നെ ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത് കൃത്യമായിട്ട് വിദേശത്ത് നിന്ന് പണം വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് അതിന് നികുതി കൊടുക്കുന്നില്ല. അതായത് FCRA അതായത് FEMA ചട്ടപ്രകാരം കേന്ദ്ര സർക്കാരിലേക്ക് ഒരു തരത്തിലുമുള്ള നികുതി അടയ്ക്കുന്നില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ബംഗളൂരിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ ഒരു US പൗരനായ മൈക്ക മാർക്കിനെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് മുഴുവൻ റാക്കറ്റുകളും അതിന്റെ ചെയിൻ ശൃംഖലകളടക്കം പുറത്തേക്ക് വന്നത്. അറസ്റ്റിലായ US പൗരന്റെ പക്കൽ 24 വിദേശ ഡെബിറ്റ് കാർഡുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട്. EDയുടെ ചോദ്യം ചെയ്യലിൽ ഇത്രയും ഡെബിറ്റ് കാർഡുകൾ എന്തിന് കൈവശം വച്ചിരുന്നുവെന്ന് കൃത്യമായ മറുപടി പറയാൻ ആ US പൗരന് കഴിഞ്ഞില്ല. ബാങ്കിംഗ് മാനദണ്ഡങ്ങൾ മറികടന്ന് ഇന്ത്യയിൽ വിദേശ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും നിയമവിരുദ്ധമായി പണം പിൻവലിക്കൽ നടക്കുന്നുണ്ടെന്നും ED അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ ബസ്തർ അതോടൊപ്പം തന്നെ ധംതാരി മേഖല എന്നിവിടങ്ങളിലെ ഇടതുപക്ഷ തീവ്രവാദ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 6.5 കോടിയിലധികം രൂപ പിൻവലിച്ചതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആസൂത്രിതമായ നീക്കത്തിലൂടെ ഒരു വലിയ രീതിയിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ ഒരു നീക്കം നടന്നുവെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതും ഏറ്റവും പ്രധാനപ്പെട്ടത് എവിടെയാണ്? നക്സൽ മേഖലയിലാണ്. നക്സൽ മേഖലയിൽ സമാന്തരമായി പണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥ സ്ഥാപിക്കാനാണ് ഇപ്പോൾ ഒരു നീക്കം നടന്നത് എന്നാണ് അന്വേഷണ ഏജൻസി സംശയിക്കുന്നത്. നവംബർ 25 മുതൽ ഏപ്രിൽ 26 വരെ കറക്റ്റ് 6 മാസത്തിനുള്ളിൽ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ വിദേശ ബാങ്കുകൾ നൽകിയ കാർഡുകൾ ഉപയോഗിച്ചാണ് ഏകദേശം 95 കോടി രൂപ ഇന്ത്യയിലേക്ക് ഒഴുക്കിയതായി EDയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ED നടത്തിയ പരിശോധനയിൽ 25 വിദേശ ഡെബിറ്റ് കാർഡുകളും 40 ലക്ഷം രൂപ പണവും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ 95 ലക്ഷം രൂപ ഇന്ത്യയിലേക്ക് ഒഴുകിയിട്ടുണ്ട്. ഇത് ഏതൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ കയ്യിലേക്ക് ഏതൊക്കെ പള്ളികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന ഒരു അന്വേഷണവുമാണ് ഇനിയിപ്പോൾ ED നടത്തുന്നത്.